നമ്മൾ മസാല കോഫിയുടെ പ്രോഗ്രാമിന് പോവാണ്. കേരള അസോസിയേഷൻ്റെ പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ, ബ്രോഡ് വാക്ക് മോൾ. അപ്പോൾ നമ്മൾ 4th ഫ്ലോറിൽ വെച്ചാണ് നടക്കുന്നത്. നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൊഞ്ചി ഇങ്ങോട്ട് വായോ. ഞാനിതിലൊന്നും പറയാനില്ല. കുറേ ഇരുട്ടും കുറേ ആളുകളും കുറേ നല്ല പാട്ടുകളുമാണ്. നിങ്ങൾ തന്നെ കേട്ട് ആസ്വദിക്കും. ഐശ്വര്യൻ്റെ എതിർച്ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവരെയൊക്കെ തപ്പി കണ്ടുപിടിക്കും. ഇതിനകത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ? What's up, everyone? 4 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു ബാൻഡ് വരുന്നത്. ലാസ്റ്റായിട്ട് വന്നത് ഹരിശങ്കറൊക്കെ ആയിരുന്നു. ആ പ്രാവശ്യം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. പൊഞ്ചീനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോയിക്കുമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ സ്റ്റീഫൻ ദേവസിയുടെ ഒരു ബാൻഡ് വന്നപ്പോഴത്തേക്ക് അത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കാണുന്നത് ഇതാണ്. നല്ല ഭംഗിയുണ്ട്. ബാൻഡ് എപ്പോഴും അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ നല്ല രസത്തിലെ എല്ലാ പാട്ടുകളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദിയില്ലല്ലോ അന്തമില്ലല്ലോ എന്നുള്ള പാട്ട് കഴിഞ്ഞു. പിന്നെ ഇവരുടെ കുറേ സിഗ്നേച്ചറായിട്ടുള്ള കുറേ പാട്ടുകളുണ്ടല്ലോ. ആ പാട്ടുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മിക്കതും ആളുകൾക്കൊക്കെ മനഃപ്പാടമാണ്. ആളുകളൊക്കെ ഒപ്പം പാടുന്നുണ്ട്. തന്താനാനീ തന്താനാനീ, അത് കേൾക്കുമ്പോഴേ അറിയാം നമുക്ക് ഏതാ പാട്ടെന്ന് അറിയാം അല്ലേ. ആലായാൽ തറ വേണമെന്നുള്ള പാട്ടാണ് കേട്ടോ. അത് നല്ല ഹിറ്റായിരുന്നല്ലോ ഇവരുടെ. അപ്പോൾ ആ പാട്ടാണ്. എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെയാണ് കേട്ടോ. പക്ഷേ ഈ ഇരുട്ടത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു ജാള്യത കാരണം ആരും തന്നെ സീറ്റിൽ നിന്ന് എണീറ്റ് ഡാൻസ് ഒന്നും കളിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റിലേക്ക് ആയപ്പോഴത്തേക്കും ആരും സീറ്റിൽ ഇരിക്കുന്നില്ലായിരുന്നു. എല്ലാവരും സീറ്റിൽ നിന്ന് എണീറ്റ് ഡാൻസ് കളിക്കാൻ തുടങ്ങിയായിരുന്നു. ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഇത് ഏതാ സോങ് എന്ന്. അടുത്ത സോങ് പച്ചയും നിറമേ പച്ച നിറമേ. ഞാൻ ഒരു പാട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഒരു 3 hours ഒക്കെ ഉണ്ടായിരുന്നു. അത് ഫുള്ളും ഞാൻ കാണിക്കേണ്ടി വരും. ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യും. അതേതാണ് പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ പാടണം. അതായിരുന്നു ഒരു ചോയ്സ്. അപ്പോൾ നമുക്കറിയാമല്ലോ അതേതാ പാട്ട്. ഇന്നെന്നും നിൻമടിയിലെ പൈതലാ. അടുത്ത പാട്ട് സുന്ദരി കണ്ണാലൊരു സേതി. ഹിന്ദി അറിയാത്തതുകൊണ്ട് ഹിന്ദി വേഷം ഞാൻ പാടുന്നില്ല. ഉന്നെ പാത്താൽ കണ്ണും
പ്രാവശ്യം വരെ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് പുഞ്ചിയുടെ മുടിയൊക്കെ ഞാൻ തന്നെ വെട്ടി വെച്ചേക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വെട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പുഞ്ചിനെ അങ്ങനെ ഞാൻ വൃത്തികേടാക്കി വെച്ചേക്കുമായിരുന്നു. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ 7 മണിയുടെ പ്രോഗ്രാമിന് ഞങ്ങൾ 5 മണിക്കാണ് ടിക്കറ്റ് എടുത്തത്. അടുത്ത സോങ് നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസൻ്റെ കുഞ്ഞിരാമായണത്തിലെ വേതാളം പോലെ കൂടെ തുടരുന്ന ശാപം. പുഞ്ചിയുടെ ഭയങ്കര ഡാൻസാണ് കേട്ടോ. ഇത് എൻ്റെ വേർഷൻ വീഡിയോസാണ് കേട്ടോ. മനുവേട്ടൻ്റെ വേർഷൻ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതിലും പുഞ്ചിയുടെ ഡാൻസ് മനുവേട്ടൻ തൊട്ടടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനതിൽ ഇടാമേ. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് അല്ലു അർജുൻ്റെ ശ്രീവല്ലി സോങ് ആണ് കേട്ടോ. പുഷ്പയിലെ സോങ്ങാണ്. അടുത്തത് സോങ് അല്ല, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. അത് ഡ്രമ്മാണോ ചെണ്ട പോലത്തെ ഒരു സാധനമാണോ ഇരുന്നിട്ടാണ് കൊട്ടുന്നത്. അതിൻ്റെ പേരെനിക്കറിയില്ല സത്യമായിട്ടും. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് അടിപൊളിയായിരുന്നു. അപ്പം അത് കൊട്ടുമ്പോഴത്തേക്കും എല്ലാവരും ലാസ്റ്റിലേക്ക് സ്വാമി അയ്യപ്പോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പ്രോഗ്രാം തീർന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ബാക്കി എപ്പിസോഡ്സ് ആയിട്ട് ഇടാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഐശ്വര്യനെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടെ ഉള്ളത് അഡ്മാറ്റയാണ് കേട്ടോ. വൈറ്റ് ഡ്രസ്സ് ഇട്ടത് അഡ്മാറ്റയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി ഫ്രണ്ടിലെ വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. ഇത്ര നേരം നമ്മൾ ബാക്കിൽ നിന്നുള്ള വ്യൂസ് അല്ലേ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഫ്രണ്ടിലെ വ്യൂസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മനുവേട്ടൻ്റെ ഫോണിലാണ് കേട്ടോ അതൊക്കെ എടുത്തേക്കണത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് മസാല കോഫി ബാൻഡിനെയും അടുത്ത് കാണാം.